ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എനിക്ക് ഇപ്പൊ തന്നെ നവീന്റെ അടുത്തേക്ക് പോണം. വിളിക്ക് മമ്മി. ഭ്രാന്ത് പറയണോ നീ? അതെ, എനിക്ക് ഭ്രാന്ത. എന്റെ സ്ഥാനത്ത് മറ്റൊരാള് നവീന്റെ മണിയറയിലേക്ക് കയറുന്നത് എനിക്ക് ചിന്തിക്കാൻ കൂടി പറ്റില്ല. നിങ്ങളുടെ രണ്ടുപേരുടെയും ഇഷ്ടാനിഷ്ടങ്ങൾ നിങ്ങൾക്ക് രണ്ടുപേർക്കും അറിയാം. അതെ, എന്റെ മോനൊരു പാവോ. സ്നേഹിക്കാൻ തുടങ്ങിയ അവൻ ഭ്രാന്തമായിട്ട് സ്നേഹിക്കും. മോളെ അവനെ പൊന്നുപോലെ നോക്കിക്കോളും, എനിക്ക് ഉറപ്പുണ്ട്. ദാ ഇത് പിടിക്ക്. പിടിക്ക്. എന്താ സുമിത്രേ, മോളെ മുറിയിലേക്ക് അയച്ചില്ലേ ഇതുവരെ? ഞാൻ അയക്കാൻ തുടങ്ങായിരുന്നു അമ്മേ. പിന്നെ എന്താ താമസം? മോളെ, നാഗദൈവങ്ങളെ നന്നായി മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് നല്ലൊരു കുടുംബജീവിതം ഉണ്ടാവാൻ പ്രാർത്ഥിക്കേ. മോള് പൊയ്ക്കോ. നിങ്ങൾ രണ്ടുപേരും ഒന്നിച്ചു ചേരുന്നത് ഏറ്റവും അനുകൂലമായ അവസ്ഥയിലാണെന്നാണ് ജ്യോത്സ്യന്മാരും പൂജാരികളും എല്ലാവരും പറയുന്നത്. അവരൊക്കെ പറഞ്ഞത് കേട്ട് വിശ്വസിച്ചല്ലേ നമ്മളെല്ലാവരും നമ്മുടെ ജീവിതത്തില് ഓരോ തീരുമാനങ്ങൾ എടുക്കുന്നത്. എന്റെ കൊച്ചുമോന്റെ ജീവിതം എന്റെ മോള് കൊടുക്കുന്ന സ്നേഹത്തിലാ. ചെല്ലേ. കീർത്തി ഇങ്ങ് വരൂ. എന്താ മുത്തശ്ശി? ഇവിടെ നടക്കുന്ന കാര്യങ്ങളിലൊക്കെ നിനക്കൊരു പ്രത്യേക ശ്രദ്ധയുണ്ടെന്ന് എനിക്കറിയാം. നല്ല കാര്യമാ. ഒരു കാര്യം ചെയ്യേ, ഗാഥ മോളെ നീ തന്നെ നവീന്റെ മണിയറയിലേക്ക് കൊണ്ടുവന്നാക്ക്. എന്താ, പറ്റില്ലേ? പറ്റും മുത്തശ്ശി. ഗാഥ വരൂ. പാവം കുട്ടി. ആദ്യം കണ്ടപ്പോ അതിനിങ്ങനെ ടെൻഷൻ ഉണ്ടാവുന്നൊന്നും ഞാൻ കരുതിയില്ല. അതിനാദ്യം കണ്ട കുട്ടിയല്ലല്ലോ ഇത്. ഗാഥമോൾ ഒരുപാട് മാറിയില്ലേ? ഞാൻ അതാ പറഞ്ഞത്. അതെ അമ്മേ, വല്ലാത്ത മാറ്റമാ ഗാഥമോൾക്ക്. ആ, ഈ അവസ്ഥയിലായിരുന്നു ഗാഥമോളെ ആദ്യം കണ്ടിരുന്നതെങ്കില് കണ്ട ദിവസം തന്നെ ഞാൻ ഇങ്ങ് പിടിച്ചോണ്ട് പോന്നേനെ. എന്തായാലും നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു. നന്നായിരിക്കട്ടെ എല്ലാരും. ദൈവമേ. അതെ, എല്ലാ കാര്യങ്ങൾക്കും ചുറ്റും ആളുണ്ടെന്ന് കരുതി അഹങ്കരിക്കാനൊന്നും നിൽക്കണ്ട. ഞാൻ ആഗ്രഹിച്ച സ്ഥാനത്തേക്കാ നീ പോകുന്നത്, അത് ഓർമ്മ വേണം. കുട്ടി എന്നോട് ദേഷ്യപ്പെടേണ്ട കാര്യമൊന്നുമില്ല. എനിക്ക് ഇതൊന്നും സ്വന്തമല്ല. ആർക്കൊന്നും സ്വന്തമല്ലാന്ന് നമ്മുടെ മുത്തശ്ശിമാരൊക്കെ പറയാറില്ലേ, അതുപോലെ പറഞ്ഞേ ഉള്ളൂ. ഹലോ. അതെ, ഇന്ന് ഇത്രയും നേരമായിട്ടും കർമ്മങ്ങൾക്ക് ഒരു ഫലവും ഇല്ല. അവളിപ്പോ നവീന്റെ മണിയറയിലേക്ക് കയറിക്കൊണ്ടിരിക്കുക. ഇനിയെങ്കിലും എന്തെങ്കിലും ഒന്ന് സംഭവിക്കുമെന്ന് ഒരുറപ്പ് നിങ്ങൾക്ക് പറയാൻ പറ്റൂ? നിങ്ങൾക്ക് ഭ്രാന്താണോ? നിങ്ങൾ ആവശ്യക്കാരിയാ, അത് സത്യം. നിങ്ങൾ ഇങ്ങനെ നിരന്തരം വിളിച്ചോണ്ടിരുന്ന ചെയ്തുകൊണ്ടിരിക്കുന്ന കർമ്മത്തിൽ നിന്ന് ഞങ്ങളുടെ ശ്രദ്ധ തെറ്റിക്കാന്നുള്ളതല്ലാതെ വേറെ എന്താ പ്രയോജനം? അതെ, പണം തന്ന് കാര്യങ്ങൾ ഏൽപ്പിച്ചവര് ചിലപ്പോ വിളിക്കും, അന്വേഷിച്ചെന്നിരിക്കും. അത് ഞങ്ങളുടെ അവകാശം. നിങ്ങളുടെ കയ്യിൽ നിന്ന് ഞങ്ങൾ പണം വാങ്ങിയിട്ടുണ്ടെങ്കിൽ
ഞങ്ങൾ കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ഫലം ഈ രാത്രിയിൽ കാണാനാകുമെന്ന് ഞാൻ പറഞ്ഞതാ. അവള് മണിയറയിലേക്ക് കേറിക്കോട്ടെ. അത് തന്നെയാണ് അവളുടെ നാശത്തിന്റെ തുടക്കവും. ഇനി ഞാൻ പറഞ്ഞത് സംഭവിച്ചു കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വിളിച്ചാ മതി. ഞങ്ങൾ കർമ്മങ്ങൾ തുടരുകയാ. ഹലോ, ശ്ശെ. ഹ, ദൈവമേ, ആവശ്യമില്ലാത്ത എത്ര പേരുടെ ജീവൻ എടുത്തോണ്ട് പോന്നേ. ഇവിടെ ഒന്നും തീർക്കാൻ എന്താ ഇത്ര ബുദ്ധിമുട്ട്? ഈ രാത്രി നിർണായകമാണ്. ഈ രാത്രി കഴിഞ്ഞാൽ ശാപമുക്തി സംഭവിച്ചു എന്നാണ് അർത്ഥം. അടയാത്ത മിഴികളോടെ നാളെ പ്രഭാതം വരെ ഈ പൂജ തുടർന്നുകൊണ്ടേയിരിക്കട്ടെ. മോളെന്താ കഴിക്കാത്തെ? മോളെ, മമ്മി നിർബന്ധിച്ചപ്പോ ഇന്നത്തെ രാത്രി അവളോട് അവിടെ തുടരാൻ ഞാൻ സമ്മതിച്ചെന്നേ ഉള്ളൂ. പക്ഷേ എനിക്ക് അവളെ വിശ്വാസമില്ല. അവളിന്ന് ഉറങ്ങുന്നതേ നവീന്റെ ബെഡ്റൂമിൽ തന്നെയായിരിക്കും. കൃഷ്ണ അങ്ങനൊന്നും ചെയ്യില്ല എന്ന് നിങ്ങൾക്കാണോ നിശ്ചയം? എനിക്ക് അവളെ വിശ്വാസമില്ല. മമ്മിയോട് വിളിക്ക്. എനിക്ക് ഇപ്പൊ തന്നെ നവീന്റെ അടുത്തേക്ക് പോണം. വിളിക്ക് മമ്മി. ഭ്രാന്ത് പറയണോ നീ? അതെ, എനിക്ക് ഭ്രാന്ത. എന്റെ സ്ഥാനത്ത് മറ്റൊരാള് നവീന്റെ മണിയറയിലേക്ക് കയറുന്നത് എനിക്ക് ചിന്തിക്കാൻ കൂടി പറ്റില്ല. മമ്മിക്ക് അവളെ വിളിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ വേണ്ട, ഞാൻ കളരിക്കലേക്ക് പോവാ. അവളെ വിളിച്ചിറക്കി പകരം ഞാൻ അവിടെ നിന്നോളാം. മാഡം വെറുതെ ടെൻഷൻ ആവാതെ ഇപ്പൊ മാഡം ഭക്ഷണം കഴിക്കാൻ നോക്ക്. ഇതൊക്കെ കൊണ്ടുപോയി കുഴിച്ചു മൂട്. എനിക്കിതൊന്നും ഇറങ്ങുന്നില്ല. ഞാൻ പോവാണ്. ഗാഥ, നീ എന്തേ കാണിക്കാൻ പോകുന്നത്? ഇവിടെ എന്റെ മുമ്പിൽ ബഹളം ഉണ്ടാക്കുന്ന പോലെയല്ല കളരിക്കിലേക്ക് ചെന്ന് കയറുമ്പോ. ഈ കഴിഞ്ഞതെല്ലാം നമ്മൾ നടത്തിയ നാടകമാണെന്ന് അവിടെയുള്ള ആളുകൾ തിരിച്ചറിഞ്ഞാലേ ആ നിമിഷം എന്താ സംഭവിക്കുന്നത് നിനക്കറിയോ? എന്ത് സംഭവിച്ചാലും നവീൻ എന്നെ സ്നേഹിച്ചു എന്നുള്ളത് സത്യാണ്.